എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്നോ, ഇന്ന് ഞാൻ നമ്മുടെ തക്കാളിയിൽ നിന്ന് കുറേ ഇത് കണ്ടോ, എല്ലാം പഴുത്തു കേട്ടോ. ഞാനതിൻ്റെ നടണതും പന്തലിടുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ചു കേട്ടോ. അപ്പം എന്താ ഇതുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പറിക്കുന്നതും കാണിക്കേണ്ട ഇടയ്ക്ക് ഞാനിവിടെ ഒരു പ്രാവശ്യം പറിച്ച കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് ഒന്നിച്ചെടുത്ത് കാണിക്കാമല്ലോ എന്ന് ഓർത്താട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല പഴുത്തു. ഇത് പിന്നെ എന്താണെന്നറിയോ, ഇവിടെയേ ഇത് നമ്മുടെ വാവലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതുണ്ട്, ഇതൊക്കെ പറിക്കാം. ഇപ്പം നമുക്കൊരു സന്തോഷം കേട്ടോ. മഴ പെയ്തോ അവിടെയൊക്കെ? ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇത് ഇന്ന്. അപ്പോൾ എന്താ ഇതൊക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിതെല്ലാം ഒന്ന് പറിച്ച് നിങ്ങളെ കാണിക്കാം. കൊലയോടെ ഇതേ പറിച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല മുഴുത്ത ഇതുണ്ടോ, കൊലയോടെ പറിച്ച. ഇനി ഞാനിതെല്ലാം പറിച്ചിട്ട് കാണാവേ. അപ്പോൾ ഇത് കണ്ടോ, ഇത്ര ഉണ്ട് കേട്ടോ തക്കാളി. ഇടയ്ക്ക് ഞാനൊന്ന് പറിച്ചാൽ കേട്ടോ, ആവശ്യം വരുമ്പോൾ അന്നേരം പോയി ഇത്തിരി പറിക്കും. ഇതിപ്പോൾ ഒന്നിച്ച് പറിച്ചാൽ ഇത്ര ഇനിയുണ്ട്. പഴുപ്പ് കയറാറായതൊക്കെ ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇനിയിപ്പോൾ എന്താണെന്നറിയാവോ, കുറേ മുളകുണ്ട്, അത് പറിക്കാം. അത് പറിക്കുന്ന ആഴ്ച. അപ്പോൾ ഇവിടെ വെക്കാം നമുക്ക് കേട്ടോ. ഈ ഞാൻ മുളക് പറിച്ചുകൊണ്ട് വരാവേ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മുളക് പറിക്കുക കേട്ടോ. മുളകൊന്നും ഇടയ്ക്ക് ഞാൻ ആവശ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് വന്ന് ഞാൻ ഓരോന്ന് പറിക്കുന്നതാണ് ആവശ്യത്തിന്. ഇപ്പോൾ ഒന്നിച്ച് പറിക്കുന്ന ഇപ്പം അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് വന്ന് പോയതാ, ശരിക്കും പോയതാ ചീനിയാണ് കേട്ടോ. എല്ലാം മുരടിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തൈര് ഡൈല്യൂട്ട് മോരാക്കി കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് തളിക്കുക ചെയ്ത്, എന്നിട്ട് ഈ മുരടിപ്പുള്ള ആ ഇലയുണ്ടല്ലോ അതങ്ങ് ഞുള്ളിക്കളയണം. എന്നിട്ട് വേണം ഈ മോര് നമ്മൾ സ്പ്രേ ചെയ്യാം കേട്ടോ. സ്പ്രേ ചെയ്യുന്ന സാധനമൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ ഞാനിങ്ങനെ എന്താണ് ചകിരി കൊണ്ട് ഇങ്ങനെ ഒഴിക്കുക. ആ സാധനമൊന്നുമില്ല ഞങ്ങൾക്ക്. ഉണ്ടോ, പറിച്ചിട്ട് കാണാവേ. ഇതിങ്ങേ ഭാഗത്താട്ടോ, അവിടെയല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി 2 സൈഡിലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഉണ്ടോ, നല്ല സൂപ്പർ, നല്ല എരിവുള്ള മുളക് കേട്ടോ. ഇതിപ്പം വെയിലില്ല ഇവിടെ. വെയിലുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ വാട്ടി വെക്കും. ഇനി മൊത്തം പറിച്ചിട്ട് കാണാം കേട്ടോ. ഇത് മുമ്പത്തേൻ്റെ ബാക്കി ഇതെന്താ മുളക് ഞാൻ പറിച്ചു കേട്ടോ. ഇനി 2-3 വെണ്ടക്കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. അതിൽ കുറേശ്ശേ ഉണ്ട്. ഒരെണ്ണം മൂത്തുപോയി. ഇതേ വലിയത്, അതിനിപ്പം മൂപ്പിക്കാൻ നിർത്താൻ നോക്കും, കൊള്ളത്തില്ലത്. അത് ഈ വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, അന്നേരം പറിച്ചില്ലേ അത് മൂത്തു പോകും. ഇപ്പം എന്താണ് സാമ്പാറിനകത്തും തീയലിനകത്തും ഒക്കെ ഇടാനുള്ള ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു സന്തോഷം. ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ നമുക്കിതെല്ലാം പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാബേജിനൊക്കെ ഇത്തിരി പുഴുവൊക്കെ കയറി അതിൻ്റെ കുറേ ഇലയൊക്കെ രാവിലെ ഏട്ടൻ പറിച്ച് കളഞ്ഞത്. പിന്നെ ഇത് കണ്ടോ, ഇത് കാണിക്കാതെ. ഇത് മൂത്തു. ഇത് കാളക്കൊമ്പൻ എന്ന് പറയും കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ഇനം കൂടിയാണ് കേട്ടോ ഇത്. ഇത് പറിക്കാട്ടെ. ഇത് കണ്ടോ, ഇതിനിയിപ്പോൾ ഇത് നമ്മൾ വിത്തിനായിട്ട് എടുക്കും കേട്ടോ. വിത്തിനായിട്ടെടുക്കാം. പിന്നെ ഉള്ളതെൻ്റെ ഇതൊന്നും ആയില്ല. ഇതുണ്ടോ, നീല വഴുതനയാട്ടോ. ഇതുണ്ടോ, അതൊന്നും ആയില്ല കേട്ടോ. നമുക്ക് പിന്നെ പറിക്കാം അല്ലേ. അപ്പം ഇനി എന്താണെന്നറിയാമോ, ഇത് പിന്നെ അത്യാവശ്യമായിരുന്നു നമ്മുടെ ചീരക്കുഞ്ഞുങ്ങൾ. അപ്പം ഞാനുണ്ടല്ലോ ഇത് അടച്ച് പറിക്കുക ഇന്ന്. ഏതായാലും പൊക്കത്തിൽ കയറുന്നില്ല, എന്നും കയറും. ഇതുണ്ടോ, നമ്മുടെ ചീര. ഇങ്ങോട്ട് വാ. അതുകൂടെ ഇതിപ്പോൾ കിളുത്ത് വന്നോളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനതൊന്ന് കാണിച്ചതാണ് കേട്ടോ. കയറിയപ്പോൾ ഇത്തിരി മൂപ്പായി കേട്ടോ. ഇതിന് പൊക്കം വെക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, പൊക്കം വെക്കില്ല. ഇതിപ്പോൾ നാളത്തെ തോരൻ. ഇന്ന് ഞാൻ തോരനൊക്കെ വെച്ചു. പറിച്ചിട്ട് കാണാം. ഭയങ്കര വെയിലായി ഇവിടെ. ഭയങ്കര വെയിലായി കേട്ടോ. ഇത് കണ്ടോ ചീര. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഈ ഗ്രോബാഗിലൊക്കെ അതൊക്കെ കുറേ ഒഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ വേറെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടും. ഇത് വെണ്ടയ്ക്ക ഉണ്ട്, നമ്മുടെ തക്കാളിക്ക ഉണ്ട്, നമ്മുടെ
മുളകുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് ഞായറാഴ്ച. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.